ഗൈസ്, ഒരു ഇംപ്രോംപ്റ്റു ഇൻട്രോ ആണ് അഗൈൻ. സോ ഇറ്റ്സ് മൈ ഹബീസ് ബർത്ത്ഡേ കമ്മിങ് അപ്പ്. ഏപ്രിൽ 1 തീയതിയാണ് അവൻ ജനിച്ചത്. അപ്പോൾ അന്നത്തേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ എന്നും ചോദിച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് ലുലു കണക്കിൽ വന്നു. എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങാനുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഐ ബോട്ട് ലൈക്ക് അറൌണ്ട് 20 ഗിഫ്റ്റ്സ് ഫോർ ഹിം. ഹി ഡസൻറ്റ് നോ അബൌട്ട് ദാറ്റ്. ഞാനതെല്ലാം പ്ലാൻ ചെയ്ത് കുറേ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഉണ്ട്, അല്ലാത്ത സാധനമുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഒരു പാർട്ടി പോലെ ത്രോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. ഹി ഈസ് കമ്മിങ്, സോ ലെറ്റ്സ് ചൂസ് എ ഗിഫ്റ്റ് ഫോർ ഹിം. അതായത് ലാപ്പിലിടാൻ ലാപ്പും പ്ലസ് മൗസും കൂടെ പറ്റുന്ന ഒരു മാറ്റ് വരും. അത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും മറ്റേ മാറ്റിന്റെ സ്ഥലത്ത്. ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ നിനക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത്? ഞാൻ ഈ ചട്ടി വല്ലോ വാങ്ങിച്ചേരട്ടെ? ഈ ചട്ടി ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണോന്ന് പറ. സ്വപ്നത്തിൽ പോലും നടക്കൂല. 1000 രൂപ താഴെയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞാ വാങ്ങിച്ചു തരാം. ഓൺലൈൻ വാങ്ങി തരാം. ബർത്ത്ഡേ ഗിഫ്റ്റ് തീരുമാനിച്ച് കാണിച്ചോട്രാ. മൗസ് വാങ്ങി. എത്ര രൂപ? 699 രൂപയുടെ മൗസ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഈ റെഡ് ഒരു ഇച്ചിരി ഇവിടെ തോന്നണാണ് എനിക്ക്. ഇതിന്റെ കളർ നോക്കിയ സൈഡില് മാറ്റ് ഫിനിഷ് സൈഡിൽ വരുന്നു. മാറ്റ് ആണ്. ആ, എന്തോ വലിയ എഡിറ്റിംഗ് പോലെയൊക്കെയാണ്. ഏത് വേണം? ബ്ലൂ വേണോ, ബ്ലാക്ക് വേണോ, റെഡ് വേണോ? റെഡ് ഇരിക്കട്ടെ. വിപ്ലവകാരിയാട്ടെ. വിപ്ലവകാര പച്ചത്തല. ഇതുവരെ അവൻ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വേറൊന്നും ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഐ എം പ്ലാനിങ് ടു ലൈക്ക് ഗോ ടു കൊച്ചി ദാറ്റ് ഡേ. കൊച്ചിയിൽ റൂം എടുത്തിട്ട് അവിടെ കംപ്ലീറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കുറേ നേരം ഇവനെ എവിടെയെങ്കിലും പറഞ്ഞു വിടണം. അപ്പൊ എന്തായാലും ഈ വ്ലോഗ് ഒരു 2-3 ദിവസത്തെ സെറ്റപ്പിലുള്ളതായിരിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അവിടെ തന്നെ തിരിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഔട്ട് വാട്ട്സ് ഓൾ ഹിയർ. ഒന്ന് നോക്കിയിട്ടൊക്കെ പോവാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ. ഇന്നിപ്പോൾ 29th ആയിട്ടുണ്ട്. 31st കഴിഞ്ഞ് April 1 വിവിയുടെ ബർത്ത്ഡേ. അപ്പോൾ സർപ്രൈസ് കൊടുക്കണമല്ലോ. സർപ്രൈസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവനൊരു മൗസാണ് അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, വേറെ ഒന്നുമില്ല. കാരണം ഐ എം ബ്രോക്ക് ദിസ് ടൈം, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ബൈ ഫോർ ഹിം. അങ്ങനെ മാങ്ങ തേങ്ങ ഡയലോഗ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി കുറച്ച് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് തന്നെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറച്ച് സാധനങ്ങളെ പാക്ഡാണ്. വീട് മൊത്താലും കൊലേ കിടക്കാണ്. അമ്മേ ഇപ്പം കാണിച്ചു തരാം. ഇതുണ്ട്. ഇത്ര ഇങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ദീസ് ആർ എ സെറ്റ് ഓഫ് ലവ് കൂപ്പൺസ്. ഓക്കെ, ആൻഡ് ലവ് കൂപ്പൺസ് എന്താ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതൊരു റിങ് ആണ്, അതിൻ്റെ അകത്തൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ അതായത് ഫോൺ കേസ്, താഴത്തൊരു ഫോൺ കേസാണ്, പിന്നെ ഇതൊരു സെറ്റ് ഓഫ് കാർഡ്സ് ആണ്, കപ്പിൾ കാർഡ്സ് ആണ്, പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു സംഭവമുണ്ട്, പിന്നെ ഒരു മിസ്റ്ററി ഹുഡി ഉണ്ട്, പിന്നെ ഇത് കുറച്ച് ഒരു കപ്പിൾ പേഴ്സണൽ ഗിഫ്റ്റാണ്. പിന്നെ ഇതും അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് കാർഡ്സ്, ഒരു ബ്രേസ്ലെറ്റ് ആണെന്ന് തോന്നുന്നത്. എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഞാൻ മറന്നുപോയി. ഇതൊരു ജേഴ്സിയാണ്, ഒരു ഫുട്ബോൾ ജേഴ്സിയാണ്. ആൻഡ് ദിസ് ഇസ് എ വാച്ച്. പിന്നെ ഒരു സെറ്റിനകത്ത് ഈ നമ്മൾ ഈ ഷർട്ടിൽ കുത്തുന്നതും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് ഞാനതിൽ കൊടുക്കാം കേട്ടോ താഴെ. അപ്പോൾ ഇതെല്ലാം കൂടെ നൈസായിട്ട് പാക്ക് ചെയ്ത് അവൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുവെക്കണം. അതുകൊണ്ട് എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണെന്നും പറഞ്ഞിട്ട് ഞാനത് പാക്ക് ചെയ്ത് കൊണ്ട് വെക്കാനായിട്ടാണ് ഈ ബാഗിനകത്ത് ചുട്ടി കയറ്റുന്നത് കേട്ടോ എല്ലാം കൂടെ. ഫൈനലി ദിസ് വൺ ആയിട്ട് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളാണുള്ളത്. ഇതൊരു ലവ് ലെറ്ററാണ്. ഇതൊരു വലിയ ലവ് ലെറ്ററാണ്. പിന്നെ ഇതൊരു സ്ക്രാപ്പ് ബുക്കാണ്. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഞാനൊരു ബർത്ത്ഡേ മെസ്സേജും അവരുടെ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തൊരു സ്ക്രാപ്പ് ബുക്കുണ്ട്. പിന്നെ കുറേ ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മിസ്റ്ററി കാർഡ്സ് ഒക്കെ ഇല്ലേ, ട്രൂത്ത് ഓർ ഡെയറിൻ്റെ സംഭവങ്ങൾ, പിന്നെ സംതിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ ഹിം, ആൻഡ് it's his 29th birthday, so 29 things that I love about him, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്.
കിതയ്ക്കുന്ന സംസാരിക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഡ്രസ്സ് വന്നു, എനിക്ക് പോയി ഒരു ഡ്രസ്സ് എടുക്കണം. ഒരു ഗ്രീൻ കളർ, ഗ്രീനാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഇത്തവണ. അപ്പം ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് പോയി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ റെഡി ആയി ലുലുവിലോട്ട് പോകണം. അതിനുമ്പ് ഈ സാധനം ഒന്ന് നൈസായിട്ട് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവൻ കാണാത്ത രീതിയിൽ പാക്ക് ചെയ്യണം. ഞാൻ എന്താ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ സൂട്ടിനകത്ത് 2 സാധനവും ബാക്കി ഐറ്റംസ് എല്ലാം ബാഗിനകത്തും. ഗിഫ്റ്റ് റാപ്പർ വേറെ എന്തെങ്കിലും ബൾക്കല്ലേ, അപ്പോൾ വേറെ ഒന്നും വിചാരിക്കില്ല. പിന്നെ മറ്റേത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണെന്ന് പറയാൻ പോവാണ് കേട്ടോ. ഇപ്പം എന്തായാലും കൊണ്ടുപോകണില്ല, നാളെ കൊണ്ടുപോകുള്ളൂ. അപ്പോഴത്തേക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ലുലുവിലോട്ട് പോവാം. എവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നിടത്തുനിന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും. സമയം 11:57. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിബിക്കാരനോട് നാളത്തെ പരിപാടിയുടെ കാര്യമൊന്നും, ഗിഫ്റ്റ് എല്ലാം സെറ്റാണ്. എനിക്ക് ഡ്രസ്സ് ഞാൻ ലുലു പോയി നോക്കിയെന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കോൺട്രാസ്റ്റ് ചെയ്തിടാനായിട്ട് തീരുമാനിച്ചൊരു ജീൻസും ടോപ്പും. അപ്പോൾ രാത്രി ഒന്നുകൂടെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. Happy birthday to you. Happy birthday to you. എനിക്ക് മനസ്സിലായിരുന്നു. ഇതെവിടുന്ന് മേടിച്ചു? ഇപ്പൊ അതൊക്കെയാണ് അറിയേണ്ടത്. ഊതട്ടെ? ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അല്ലാതെ ആദ്യം ഊതാതെ. ഓക്കെ, താങ്ക് യു. ഒന്നുമില്ല, സാധാ ക്യാൻഡിലാണ്. കട്ടേട്ടെ? വലിയ കേക്കല്ലേ? എന്ത് കേക്കാ? സ്ട്രോബെറി. ഞാൻ എടുക്കാം. കുഴപ്പമില്ല അല്ലേ? സ്ട്രോബെറി എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ 29 വയസ്സായി. നിനക്ക് എത്രയും 32? എനിക്ക് 22. 7 വയസ്സിന്റെ വ്യത്യാസം ഇപ്പൊ നമ്മള് തമ്മില്. 6.5 അല്ലേ? ഒരു കാര്യമില്ല, 6.5 വയസ്സിന്റെ വ്യത്യാസം. നാളെ പരിപാടി? നാളെ അല്ല, ടെക്നിക്കലി ഇന്ന്. നാളെ അറിഞ്ഞൂടാ. ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കണം. വൈകിട്ട് വീട്ടുകാരുടെ കൂടെ ഗ്രാൻഡ് സെലിബ്രേഷൻ പരിപാടി എന്നൊക്കെയാണ് പ്ലാൻ. നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ്, നാളെ കാണാം. രാവിലെ 10:30. ഒരു ഒറ്റ ഓട്ടോ പോലും കിട്ടുന്നില്ല. അബിയാണെങ്കിൽ ലേറ്റ് ആയി വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പതുക്കെ വീട്ടിൽ നിന്ന് നടക്കാണ്. ഓട്ടോ കിട്ടും എന്ന പ്രതീക്ഷയിൽ. ചേട്ടാ, ഫാനിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇല്ല. നമ്മുടെ ബലൂണിന്റെ ചേട്ടന്മാരൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെപ്രാളം പിടിച്ചുള്ള ഓട്ടോ ആയിരുന്നു കേട്ടോ. 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ബോധം വീണ് തുടങ്ങി. കാരണം കോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവന് ബർത്ത്ഡേ വിഷൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ കിടന്ന് റെഡിയായി എണീറ്റ് വന്നപ്പോഴത്തേക്ക് 9:30. 10:30 വരാൻ പറഞ്ഞ ബലൂണിന്റെ ടീമൊക്കെ 10 മണിയായപ്പോഴേ വന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ പെട്ടെന്ന് ബലൂണൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യിച്ചു. ആൻഡ് ഒയ്യോ, ഒറ്റയ്ക്ക് നിന്ന് നല്ലോണം ഒന്ന് കറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബി പിന്നെ കേക്കിന്റെ കത്തി വാങ്ങിക്കാനായിട്ട് പേട്ട മൊത്തം കിടന്ന് ഓടി തകർക്കേണ്ടി വന്നു. അവൻ ഏകദേശം കാര്യമൊക്കെ പിടിയിട്ടിട്ടുണ്ട്. ഇല്ല, ഒന്നുമില്ല, നല്ലോണം കാര്യം പിടിയിട്ടിട്ടുണ്ട്. പിന്നെ അബി ഇവിടെ നിന്നിട്ട് എന്റെ സൈഡിൽ നിന്നിട്ട് സ്റ്റുഡിയോയിലാണെന്ന് പറഞ്ഞിട്ട് ആരോടോ പറഞ്ഞു. അതും കൂടെ അവൻ കേട്ടു. അപ്പൊ പിന്നെ എന്റെ അടുത്ത് പതുക്കെ ഇങ്ങനെ, സ്റ്റുഡിയോയിൽ എന്താ, നീ സ്റ്റുഡിയോയിലോട്ട് വന്നാൽ മതി, മനസ്സിലായില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു.
ലൈക്ക് എനിക്ക് ഏകദേശം കത്തിയായിരുന്നു അവന് സംഭവം പിടികിട്ടി എന്നുള്ളത്. പിന്നെ പോട്ടെ, ഓക്കെ, എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടത്തിയ ശരി അവൾ എന്താ ചെയ്യണമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. സോ അതാണ് നമ്മുടെ ഗിഫ്റ്റ് സെറ്റുകളുണ്ട്. കേക്ക് ഉണ്ട്, കേക്ക് ഏത് ചേച്ചിയുടെ കേക്കാണ്. മർമെയ്ഡ് ബേക്സ് ഓൾവേസ് ദ ബെസ്റ്റ് കേക്ക്. ആൻഡ് ദിസ് ഇസ് ഫോർ ദ cocktails and the happy birthday board and this one ഒരു ബൊക്കെ. ഇത്ര സാധനം നമ്മളിവിടെ വെക്കുന്നു. വാച്ചും ബാക്കി സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ സെറ്റ്. ഒരു ലുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ടോട്ടൽ വ്യൂ. നമ്മുടെ സ്റ്റുഡിയോനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു ആസ് എ ബർത്ത്ഡേ ഡെക്കറേറ്റഡ് പ്ലേസ്. ഐ വാസ് സോ ഹാപ്പി. ഇങ്ങോട്ട് തിരിഞ്ഞില്ല. എങ്ങനെയുണ്ട് സെറ്റപ്പ്? 125 ബലൂൺ ഉണ്ട്. കണ്ടാ പറയോ? അവര് വലുതാക്കാനാണ് പൊട്ടിപ്പോയിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് ആകെ 3 പേരേ ഉള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്നുള്ളത്. ഒന്ന് മിഥുനിലാലും ഫാമിലി ഉണ്ട്, നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്. പിന്നെ അബിയും വർഷയും. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി എന്തായാലും പറഞ്ഞു ചെയ്യാം. ഇനി ഹാപ്പി ബർത്ത്ഡേ ഒന്ന് റെക്കോർഡ് ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ കുറച്ച് നല്ല പണിയെടുത്തില്ലത്. ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ പട്ടെ ഇത് ഇവിടുത്തെ സിനിമല്ലേ? നിങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി കാണിക്കുന്ന എക്സ്പ്രഷൻ കാണിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യാന്നല്ലേ? ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ഒരു ബലൂണ് ചാടി എടുത്തിട്ടേ കൊടുത്തു. ആ അത് തന്നെ, അത് കൊള്ളായിരുന്നു. എക്സ്പ്രഷൻ പോരാ. ആ ഇനി പെണ്ണ് വീണ്ടും പ്രപ്പോസ് ചെയ്യും. ഗോൾഡൻ കാണുന്നത് പെട്ടെന്ന് ഇതിലിടാനേ പറ്റുള്ളൂ. തൽക്കാലം അവര് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയല്ലേ, ഫുൾ റെക്കോർഡിംഗ് ആണ്. നിങ്ങളൊക്കെ ഇരുന്നോട്ടെ, സമയം പിടിക്കുന്നു. ഓരോരോ ബോക്സ് അൺബോക്സിംഗ് ആണ്. രണ്ടുമൂന്നെണ്ണം ഇപ്പൊ തുറപ്പിക്കുന്നുള്ളൂ, ബാക്കി പിന്നെ തുറക്കാം. എന്താടാ ചോമച്ചൂടെ എനിക്ക്? അത് നമുക്ക് ക്ലോസ് ഇല്ല. അതുപോലെ ശരിക്കും ഞെട്ടിന്നൊക്കെ. ഇങ്ങനെ നോക്കണം. വാച്ചായോട്ട് ക്ലോസ് ഓടി തള്ളണം. ശരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഒന്നും വിചാരിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ ഐഡി. പിന്നെ സ്റ്റുഡിയോയുടെ എന്റെ എക്സ്ട്രാ കീ എടുത്തിട്ട് പോയപ്പോഴേ എനിക്ക് അറിയായിരുന്നു സ്റ്റുഡിയോയിൽ എന്താ ചെയ്യാനാണ്. അത്ര വരുമെന്നുള്ള കാര്യം വന്നാൽ അറിയാൻ പറ്റുള്ളൂ. അതുമല്ല അടുത്തത്
അതോ ആണ്. ഇത് തന്നെ തുറക്കുമ്പോ ഇങ്ങനെ പറന്ന് പോകുന്നു. അതും ഞാൻ പിടിക്കാം. ഓ ഓ ഓ ഇത് നീ തന്നെയാണോ നീ എന്ത് വിറ്റത്? ഇടിവള മാറ്റി ബ്രേസ്ലെറ്റ് ആക്കാൻ പറ്റുമോ? മാറ്റലൊന്നും ഇല്ല. ഇനി ആ ഇടിവെള്ളം അമ്മ ഇപ്പൊ വാങ്ങിച്ചു കൊടുത്താണ്. അതങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കോമഡിയാവും. വെട്ടിക്കീറും. അപ്പൊ രണ്ടെണ്ണം കൂടെ കിടക്കട്ടെ, രണ്ടെണ്ണം. അല്ലെങ്കിലേ എവിടെ ഇടും പോവാ. ചെറുതാണോ എന്റെ കൈ കയറില്ല. ഇല്ല, വലുതേ തന്നെ ഇട്ടാ മതി. കയറുമോ? കറക്റ്റാണ്. Finally, what I visioned in my mind was becoming into a reality, and like really it was a very happy moment. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലായിരുന്നു. നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിൻ്റെ തൊള്ളൂ, വേറെ ആരും ഇല്ല. ഇപ്പം എനിക്ക് ഇപ്പം ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും എനിക്ക് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ടി വന്ന പോലെ തോന്നിയിട്ടില്ല. ഇപ്പം മിഥുൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ പാർട്ട് ഓഫ് ആ ഫാമിലി സിൻസ് ലൈക്ക് ആ വെഡിങ്. സോ നമ്മുടെ വെഡിങ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളെല്ലാം ചെയ്തത് മിഥുൻലാലിൻ്റെ ടീമായിരുന്നു. അപ്പോൾ മിഥുൻലാൽ ചേച്ചിയും കുഞ്ഞും എല്ലാവരും കൂടെ വന്നു. അബിയുണ്ട്, വർഷയുണ്ട്. വർഷ ബിബിയുടെ ഫ്രണ്ടാണ്, അബി എൻ്റെ ഫ്രണ്ടാണ്. ഇത്രയും പേരേ ഉള്ളൂ. ആൻഡ് വി ഹാഡ് സച്ച് എ ഹാപ്പി ടൈം, that too inside our studio itself, and all the gifts that I had prepared for him, I could give it to him, and he was so happy about all of those. എന്താ ഇതാ കണ്ടോ, ഞാൻ ഇങ്ങനെ ഒരു കൈ നിറയെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. ആൻഡ് ഹി വാസ് സർപ്രൈസ്ഡ് ഇൻ ഈച്ച് വൺ ഓഫ് ദം. I was so happy too. Thank you all for making this happen. നീ എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഒരുമാതിരി ബ്ലാക്ക് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ. എമ്പുരാനൊക്കെ മുമ്പാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് കയറി കഴിഞ്ഞു. അത് കുറച്ച് പേഴ്സണലൈസ്ഡ് സാധനങ്ങൾ. ഹാൻഡ് മെയ്ഡ് സ്റ്റഫ്. അത് പിന്നെ ഓപ്പൺ ചെയ്യാം. ഞാൻ ഡിഗ്രി കുഞ്ഞിത് ഡിഗ്രി പഠിക്കുമ്പോ നീ ഇത് തുറക്കും. അഭിമോൻ പോണു. ടാറ്റ. വൈകിട്ട് നേരത്തെ ഇറങ്ങടാ. വലിച്ചു തുറക്കടാ. നീ എന്തും എടുത്തോ സ്ലോ. സ്റ്റുഡിയോ ഫുള്ളി ഫിലിമി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഹുഡി. വാസ് ആക്ച്വലി മിസ്റ്ററി ഹുഡി. ഇത് കാരണം എന്താണ് വരുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അവനൊരു ഫോൺ കവറും ഒരു ഹുഡിയും കൂടെയാണ് ഞാൻ അതിൻ്റെ അകത്ത് മേടിച്ചത്. ദിസ് വാസ് എ പേഴ്സണലൈസ്ഡ് ലവ് ലെറ്റർ. I'm not reading what is inside it, but then he wanted to frame it. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് പീറ്റർ കൊച്ചിയിലെ ഡോണാണ് കേട്ടോ. അതായത് ഹനുമാൻ കൈൻഡ്, ഡബ്സി, അതുപോലെ ബേബി സീൻ, ഇവരൊക്കെ ആരെങ്കിലും ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ വർഷനെ വിളിക്കുള്ളൂ. ഇത് ഫ്രണ്ടിലിടണേ. ഇത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ? ഇത്രയും വലുതിൽ പറ്റുമോ? ചെയ്തെടുക്കാവോ വിത്ത് ഗ്ലാസ്? ഇത് ഞാൻ കാണിക്കട്ടെ. കാണിക്കുന്നേ. എന്റെ വ്ളോഗിലിടണം. ഇത് മറ്റേതാണോ? എന്താ മറ്റേ കാച്ച? ആ കാർഡല്ല, വേറെ കാർഡ്. നോർമൽ കാച്ച. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫാമിലി സെലിബ്രേഷൻ. ഇതിൽ ഒരാളെ മിസ് ചെയ്തു, അബീനെ മിസ് ചെയ്തു. അബി വന്നില്ല, അബിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതല്ലാതെ ആലി വന്നു. ആലി രാവിലെ വന്നില്ല, ആലി വൈകിട്ടാണ് വന്നത്. ആലി അബിയും അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. എൻ്റെ എല്ലാ പരിപാടിയിലും ഇവരെ രണ്ടുപേരെ കാണാൻ പറ്റും. എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൽ രണ്ടുപേരാണ്. അതിനപ്പോൾ നമ്മളും ഹണി അങ്കിൾ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മൊത്തത്തിലുണ്ടായിരുന്നു. അങ്കിളും ഞാനും അമ്മയും ശ്രീജാൻ്റെ കല്യാണി, ബിബി, ആലി, ഇത്രയും പേര് ഞങ്ങൾ മൗര്യയിൽ പോയി. അവിടെ നിന്ന് ഒരു കേക്കും കൂടെ കട്ട് ചെയ്തു. അപ്പോൾ ബിബിയുടെ 3ാമത്തെ ബർത്ത്ഡേ കേക്കാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് അവിടെ നിന്ന് അടിച്ച് പൊളിച്ചു. എന്നിട്ട് ഞങ്ങളൊന്ന് ശംഖുമുഖത്തൊക്കെ പോയി കറങ്ങി.
നേരെ തിരിച്ച് വീട്ടിൽ കയറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബിബിയുടെ ബർത്ത്ഡേയുടെ ടോട്ടൽ വിശേഷം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഈച്ച് വൺ ഓഫ് യു ദറ്റ് ഐ കുഡ് മേക്ക് ദിസ് ഹാപ്പൻ. ബിക്കോസ് അറിയാമല്ലോ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഒന്നും എനിക്ക് പുൾ ഓഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം എന്ന് ഒരിക്കലും ഇല്ല. ബിക്കോസ് ഓഫ് യു മൈ വ്യൂവേഴ്സ് all these things are happening in my life, and I'm so grateful for that. So much happy to be in this position, to be in this place, and I just love you all. Thank you so much for making each and every time of our life so special and happier. ഇത്തവണയും അതിൽ നിങ്ങൾ ഒരു വ്യത്യാസം ഉണ്ടാക്കിയില്ല, എല്ലാം അടിപൊളിയാക്കി തന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പരിപാടി നീ ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ ഇത്ര ഇല്ലായിരുന്നു. ഹാപ്പി അല്ലേ? അപ്പൊ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാം. നീ പറഞ്ഞു. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഇത്രയും കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ഇത് കുറെ ദിവസത്തെ ജേർണിയാണ് നിങ്ങൾ എന്തായാലും കാണുന്നത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബേബി. താങ്ക് യു. ടാറ്റാ.